ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കിടിലൻ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. പ്രോട്ടീൻ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വേണം ഇതിനെ പറയാനായിട്ട്. ഈ ഒരു ദോശ ചെയ്തെടുത്തിട്ടുള്ളത് നമ്മുടെ കറുത്ത കടലയുണ്ടല്ലോ, അത് വെച്ചിട്ടാണ്. വേറെ അരിയോ ഉഴുന്നോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ ഇൻസ്റ്റൻ്റായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളും ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് ഞാനിപ്പോൾ 1 കപ്പോളം കടല തലേന്ന് രാത്രി കുതിരാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ 240 ml കപ്പിലാണ് കേട്ടോ ഞാൻ കടല എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നന്നായിട്ട് കഴുകിയിട്ടാണ് കടല ഈ വെള്ളത്തിൽ കുതിരാനായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊന്നും കൂടി ഒന്ന് കഴുകി ഈ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഞാനിപ്പോൾ കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ കടലയിലുള്ള വെള്ളമൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇത് വേവിക്കുകയോ ഒന്നും തന്നെ ചെയ്യേണ്ട, ഡയറക്റ്റായിട്ട് തന്നെ നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. ഇനി ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള ബാക്കി കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞാനിതാ ഇപ്പോൾ 1/2 കപ്പോളം റവ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ചേർത്ത് കൊടുത്തിട്ട് പിന്നെ അതേ പ്രപ്പോർഷനിൽ തന്നെ 1/2 കപ്പ് തൈരും കൂടി എടുത്തിട്ടുണ്ട്. കട്ട തൈരാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് മല്ലിയിലയും, ഒരു പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത്രയും മാത്രം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കണം. ഇത് ഓപ്ഷണലാണ്, പക്ഷേ ഇത് ചേർത്താൽ അതിനകത്ത് നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ 1 ടീസ്പൂണോളം ചെറിയ ജീരകവും കൂടി ചേർക്കുകയാണ്. അപ്പോൾ പിന്നെ ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുവാണ്. ഇതിൽ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ വെള്ളവും കൂടി കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് വേണം ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഒട്ടും തന്നെ കട്ടകളില്ലാണ്ട് നല്ല പേസ്റ്റ് പോലെ ഇതുപോലെ അരച്ചെടുക്കുക. അപ്പോൾ 2 ട്രിപ്പായിട്ടാണ് കേട്ടോ ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. ഈ ഒരു അളവിൽ നിന്ന് എനിക്ക് ഏകദേശം 12ഓളം ദോശ കിട്ടിയിട്ടുണ്ട്. ഇതിൽ ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബാക്കി ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നമ്മുടെ ദോശമാവിൻ്റെ പരുവത്തിലൊക്കെ ഒന്ന് ആക്കിയെടുത്തിട്ട് വേണം ദോശ ചുട്ടെടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാനിപ്പോൾ ഇവിടെ ആക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ദോശക്കല്ലിലോട്ട് മാവ് കോരി ഒഴിച്ച് ദോശ ചുട്ടെടുക്കുക കേട്ടോ. ഒരു സൈഡായി വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക, അടുത്ത സൈഡും വേവിച്ചെടുക്കുക. അത്ര മാത്രമേ ഉള്ളൂ. അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ദോശകളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെയിറ്റ് ലോസൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ഈ ഒരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള കടല ദോശയും അതുപോലെ തന്നെ ഗാർലിക് ചമ്മന്തി. അപ്പോൾ ഉറപ്പായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തും സപ്പോർട്ട് ചെയ്തേക്കണേ.